പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവപാദപീഠത്തിൽ രാവിലെ കാലമായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം. ദൈവം ദാനിയേലിനെ ഷണ്ഡാധിപൻ്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാനിടവരുത്തി. പ്രിയ മക്കളെ, നോക്കൂ എങ്ങനെയാണ് ദാനിയേലിനെ ഷണ്ഡാധിപൻ്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാനിട വന്നത്. അതായത് നമ്മൾ 1-ാം അധ്യായം ആദ്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും എങ്ങനെയാണ് ഈ ദാനിയേൽ ഇവിടെ വന്നതെന്നൊക്കെ എഴുതിയിരിക്കുന്നുണ്ട്. അവരുടെ ഗുണങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അനന്തരം രാജാവ് തൻ്റെ ഷണ്ഡന്മാരിൽ പ്രധാനിയായ അശ്പനാസിനോട് ഇസ്രായേൽ മക്കളിൽ രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിൽ പരിചരിപ്പാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിപ്പാനും കൽപ്പിച്ചു. നോക്കൂ, ഹല്ലേലൂയ, പലവിധമായ ഗുണങ്ങളുള്ള ഹല്ലേലൂയ ആൾക്കാരെയാണ് ഇവിടെ കൊണ്ടുവന്നത്. രാജാവ് അവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു. ഇങ്ങനെ അവർ 3 സംവത്സരം വളർത്തിയിട്ട് അവർ രാജസന്നിധിയിൽ നിൽക്കണമെന്ന് കൽപ്പിച്ചു. അവരുടെ കൂട്ടത്തിൽ ദാനിയേൽ, ഹനന്യാവും മീശായേൽ, അസര്യാവ് എന്നീ യഹൂദാപുത്രന്മാരുണ്ടായിരുന്നു. ഹല്ലേലൂയ, നോക്കി ഈ കുലീനന്മാർ ഹല്ലേലൂയ ഈ സ്വഭാവങ്ങളൊക്കെ ഉള്ളവരുടെ ഹല്ലേലൂയ ഇടയിൽ ദാനിയേലും ഉണ്ടായിരുന്നു. ഷണ്ഡാധിപന്മാർ അവർക്ക് പേരിട്ടത് ദാനിയേലിന് അവൻ ബെൽഷസർ എന്നും ഹനന്യാവിന് ശദ്രക് എന്നും മിശായേലിനെ മേശക് എന്നും അസര്യാവിന് അബേദ്നെഗോ എന്നും പേര് വിളിച്ചു. ഹല്ലേലൂയ, രാജകൊട്ടാരത്തിൽ ചെന്നപ്പോൾ അവരുടെ പേരുകൾ മാറുവാനിടയായി തീർന്നു. ദാനിയേലിന്റെ പേര് ഹല്ലേലൂയ ബെൽഷസർ എന്ന പേരിടുവാൻ ഇടയായി തീർന്നു. പ്രിയ മക്കളെ, നോക്കൂ, ഇവിടെ പറയുന്നുണ്ട് 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ലെന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. പ്രിയ മക്കളെ, നോക്കൂ, ഹൃദയത്തിൽ ഹല്ലേലൂയ നിശ്ചയം എടുക്കുവാൻ ദാനിയേൽ ഹല്ലേലൂയ തീരുമാനിച്ചു. ഈ കൊട്ടാരത്തിലെ ഹല്ലേലൂയ യാതൊരു ഭോജനം കൊണ്ടും വീഞ്ഞു കൊണ്ടും ഒന്നും ഞാൻ എൻ്റെ ശരീരത്തെ ഹൃദയത്തെ അശുദ്ധമാക്കുകയില്ല എന്ന് താൻ ഹൃദയത്തിൽ നിശ്ചയിച്ചു. പ്രിയ മക്കളെ, നമ്മളും ഹല്ലേലൂയ മറ്റൊരു രാജ്യത്തിലോ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നാം നമ്മുടെ ക്വാളിറ്റികൾ ഹല്ലേലൂയ അത് നാം കീപ്പ് ചെയ്യണം. ആ രാജ്യത്തിനനുസരിച്ച് നാം ഓടുവാൻ ഇടയാകരുത്. ഹല്ലേലൂയ. ഇവിടെ നോക്കൂ, ദാനിയേൽ താൻ രാജാവിൻ്റെ ഭോജനം കൊണ്ടും താൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും ഹല്ലേലൂയ ഞാൻ എൻ്റെ ഹൃദയത്തെ എൻ്റെ ശരീരത്തെ അശുദ്ധമാക്കുകയില്ല എന്ന് ഹല്ലേലൂയ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. ഹല്ലേലൂയ, നാം മറ്റുള്ളവരോട് ഇങ്ങനെ പറയുവാൻ കഴിയുമോ? ഹല്ലേലൂയ, നമ്മൾക്ക് മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഉയർന്നു നിൽക്കുന്ന ഉയർച്ചയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയോട് നാം നമ്മുടെ ഗുണങ്ങൾ പറയുമോ? ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ് ക്വാളിറ്റീസ് ഉള്ളതെന്ന് ആരെങ്കിലും പറയുമോ? പ്രിയ മക്കളെ, ഇവിടെ നോക്കൂ, ദാനിയേൽ പറഞ്ഞു, ഞാൻ ഇതിനൊന്നിനും ഹല്ലേലൂയ എൻ്റെ ഹൃദയത്തെ എൻ്റെ ശരീരത്തെ അശുദ്ധമാക്കിയില്ല. എന്നിട്ട് 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവം ദാനിയേലിനെ ഷണ്ഡാധിപന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. നോക്കൂ, ഒരു ദൈവ പൈതലിനെ കാത്തു പരിപാലിക്കുന്ന കൃപ, ഹല്ലേലൂയ, ഒരു ദൈവ പൈതലിനെ കാത്തു പരിപാലിക്കുന്ന എല്ലാവിധ ഹല്ലേലൂയ എന്ത് വേണമെങ്കിലും ദൈവ പൈതലിനെ കാത്തു സൂക്ഷിപ്പാൻ നമ്മുടെ അപ്പൻ കൂടെയുണ്ട്. ഹല്ലേലൂയ, അതിന് വേണ്ടതായ തക്കതായ ആൾക്കാരെ കർത്താവ് അവിടെ ഉപയോഗിക്കും. ഹല്ലേലൂയ, നോക്കൂ, 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഷണ്ഡാധിപൻ ദാനിയേലിനോട് നിങ്ങളുടെ ഭക്ഷണവും പാനീയവും നിയമിച്ചിട്ടുള്ള എൻ്റെ യജമാനനായ രാജാവിനെ ഞാൻ ഭയപ്പെടുന്നു. ഷണ്ഡാധിപന് പേടിയാ. ഹല്ലേലൂയ, രാജാവിനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാൻ ഇതൊന്നും ചെയ്യാൻ ഒക്കത്തില്ല, ഞാൻ രാജാവിനെ ഭയക്കും.
വെക്കുന്നു. എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, അവൻ നിങ്ങളുടെ മുഖം നിങ്ങളുടെ സമപ്രായക്കാരെ ബാലന്മാരുടേതിനോട് ഒത്തു നോക്കിയാൽ മെലിഞ്ഞു കാണുന്നത് എന്തിന്? ഹല്ലേലൂയ. പ്രിയ മക്കളെ, യേശുവപ്പൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഹല്ലേലൂയ മെലിഞ്ഞു പോകുവാനോ താഴ്ച ഭവിപ്പാനോ കർത്താവ് അനുവദിക്കയില്ല. ഹല്ലേലൂയ. നമ്മളെ കാത്തു പരിപാലിക്കുന്ന നല്ല പിതാവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഹൃദയത്തിൽ തീരുമാനമുള്ളവരെയാണ് ദൈവം തെരഞ്ഞെടുക്കുന്നത്. ഹല്ലേലൂയ. ദൈവം തെരഞ്ഞെടുത്ത വ്യക്തി എവിടെ ചെന്നാലും അവരുടെ ഹല്ലേലൂയ ദൈവീയ കൃപയ്ക്ക് അനുസരിച്ച് തന്നെയായിരിക്കും നിൽക്കുന്നത്. ഹല്ലേലൂയ. ആ ലോകത്തിനനുസരിച്ച് അല്ലെങ്കിൽ ആ നാടിനനുസരിച്ച് അവർ നീങ്ങുകയില്ല. ദൈവത്തെ ഭയപ്പെട്ട് തന്നെയാണ് അവർ ജീവിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നാം എവിടെ പോയാലും നമ്മുടെ കർത്താവിനെ ഉയർത്തുവാൻ തന്നെ നമ്മൾ നോക്കണം. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ ഹല്ലേലൂയ തലയ്ക്ക് അപകടം വരുത്തുമെന്ന് പറഞ്ഞു. അത്രയ്ക്ക് പേടിയോടുകൂടിയാണ് ആ ഷണ്ഡാധിപൻ അവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് ദാനിയേൽ പറയുന്നുണ്ട്, താഴോട്ടുള്ള ഹല്ലേലൂയ വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ 12-ാം വാക്യത്തിൽ നോക്കും, അടിയങ്ങളെ 10 ദിവസം പരീക്ഷിച്ചു നോക്കിയാലും അവർ തങ്ങൾക്ക് തിന്മാൻ ശാഖപദാർത്ഥവും കുടിപ്പാൻ പച്ചവെള്ളവും തന്നു നോക്കട്ടെ, എന്നാലും ഹല്ലേലൂയ പ്രിയ മക്കളെ, ദൈവമക്കൾക്ക് ഒരു കുഴപ്പവും വരത്തില്ല. പച്ചവെള്ളം കുടിച്ച് ഹല്ലേലൂയ നിൽക്കുന്ന ജീവിതങ്ങളെ നമ്മൾ പറയുന്ന കേട്ടിട്ടില്ലേ? ഉപവാസത്തോടെ ഇരിക്കുവാണെങ്കിലും എൻ്റെ ശരീരത്തിന് ഒരു കുഴപ്പവും വരത്തില്ല, എൻ്റെ ശരീരം നല്ല പുഷ്ടി വെച്ച് തന്നെ ഇരിക്കുന്നെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ പ്രിയ മക്കളെ? അതുപോലെയാണ് ഈ ദാനിയേലിനെ ഇവിടെ കർത്താവ് കാത്തു പരിപാലിച്ചത്. ഹല്ലേലൂയ. നോക്കൂ, അതിനുശേഷം ഞങ്ങളുടെ മുഖവും രാജഭോജനവും കഴിക്കുന്ന ബാലന്മാരുടെ മുഖവും തമ്മിൽ നീ ഒത്തു നോക്കുക, പിന്നെ കാണുന്നത് പോലെ അടിയങ്ങളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. അത്രയ്ക്ക് ഉറപ്പാണ് അവർക്ക്. ഹല്ലേലൂയ. ദൈവമുമ്പാകെ നിൽക്കുന്ന ഹല്ലേലൂയ വ്യക്തികളെ ആരും ഹല്ലേലൂയ ലജ്ജിപ്പിക്കാൻ കർത്താവ് അനുവദിക്കില്ല. ഇവിടെ ഹല്ലേലൂയ ദാനിയേൽ അത്രമാത്രം ഹല്ലേലൂയ ഉറപ്പോട് പറയാ, 10 ദിവസം കഴിഞ്ഞ് നീ മറ്റുള്ള ബാലന്മാരോടൊപ്പം ഞങ്ങളെ നിർത്തി നോക്ക്, നീ അവിടെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു കുഴപ്പം വരുന്നതായിട്ട് കാണുകയില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയ മക്കളെ നോക്കൂ, 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടേതിലും അഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളവരുമെന്ന് കണ്ടു. ഹല്ലേലൂയ. അവിടെയാ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുന്നത്. നോക്കൂ, ഹല്ലേലൂയ. മറ്റുള്ളവരെ കാട്ടിലും അധികമായിട്ട് കർത്താപ്പച്ച നമ്മെ പോറ്റി പുലർത്തും. ആരുടെ മുന്നിൽ ലജ്ജിപ്പിക്കുവാൻ ഒരു ദൈവ പൈതലിനെ കർത്താവ് അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. മറ്റുള്ളവരോടൊപ്പം തന്നെ നിർത്തുന്നതിൽ കർത്താപ്പച്ച നമ്മോട് കൂടെയുണ്ട്. പ്രിയ മക്കളെ, എവിടെയായിരുന്നാലും ഒരു ദൈവ പൈതല് കർത്താവിന്റെ മകനാണെന്ന് പറയുന്നതിൽ ഒരിക്കലും ലജ്ജിക്കരുത്. അവിടെയൊക്കെ മാനിക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, ഹല്ലേലൂയ, അങ്ങനെ മെൽസൽ അവരുടെ ഭോജനവും അവർ കുടിക്കണമെന്ന വീഞ്ഞും നീക്കി അവർക്ക് ശാഖപദാർത്ഥം കൊടുത്തു. ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു. ഹല്ലേലൂയ. അതാ ഒരു ദൈവ പൈതലിനെ കുറിച്ച് കർത്താപ്പച്ചൻ ഹല്ലേലൂയ ചെയ്തെടുക്കുന്നു. നോക്കൂ, സകലരിൽ നിന്ന് ഹല്ലേലൂയ നല്ല വിദ്യയുള്ള ഒരു മകനായി തീർക്കുവാൻ, സമർത്ഥനായി തീർക്കുവാൻ കർത്താപ്പച്ചൻ ഹല്ലേലൂയ ദാനിയേലിനെ എടുത്ത് ഉപയോഗിച്ചു. ഹല്ലേലൂയ. ദൈവ പൈതൽ എവിടെ പോയാലും കർത്താവ് എടുത്ത് ഉപയോഗിക്കും. ഹല്ലേലൂയ. ആരുടെ മുന്നിൽ കർത്താപ്പച്ചൻ ലജ്ജിപ്പിക്കത്തില്ല. പിന്നെയും അത് തന്നെയാണ് പറയുന്നത്. ദൈവ പൈതലിനെ കാത്തു പരിപാലിക്കുന്നത് കർത്താപ്പച്ചനാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ പ്രിയ മക്കളെ, ദൈവസന്നിധി നമ്മൾ ഉറപ്പോടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ ഏത് കോണിൽ കൊണ്ടിട്ടാലും അവിടെ നിലനിർത്തുവാൻ അപ്പച്ചൻ സമർത്ഥനാണ്. ഹല്ലേലൂയ. നോക്കൂ, സകലരെക്കാട്ടിലും അധികം വിദ്യ കൊടുത്ത് സമർത്ഥനായിട്ട്, നല്ല അഴകുള്ളവനായിട്ട്, മേനിയുള്ളവനായിട്ട്, മറ്റുള്ളവരെക്കാട്ടിലും അധികം ശക്തിയുള്ളവനാക്കി തീർക്കുവാൻ കർത്താപ്പച്ചൻ ഹല്ലേലൂയ ദാനിയേലിനെ സഹായിച്ചു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നുണ്ട്,
ഹാലലിയ ഈ 4 ബാലന്മാരിലും തുല്യമായി ഒരുത്തനെയും കണ്ടില്ല. ഹാലലിയ അതാണ് ദൈവ പൈതലിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നത്. ഹാലലിയ മറ്റുള്ളവരെക്കാട്ടിലും അധികമായിട്ട് നമ്മെ കാത്തു പരിപാലിക്കുന്ന അപ്പച്ചൻ, ഉയർത്തുന്ന അപ്പച്ചൻ, നമ്മെ പരിപാലിക്കുന്ന അപ്പച്ചൻ നമ്മോട് കൂടെ ഉണ്ട്. ഹാലലിയ ആരുടെ മുന്നിൽ ലജ്ജിപ്പിക്കത്തില്ല. ഹാലലിയ നോക്കൂ, ലാസ്റ്റില് 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, രാജാവ് അവരോട് വിവേക സംബന്ധമായി ചോദിച്ചതിലൊക്കെയും അവരെ തന്റെ രാജ്യത്തെല്ലായിടവുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും 10 ഇരട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ടു. ഹാലേലൂയ. പ്രിയ മക്കളെ നോക്കൂ, 10 ഇരട്ടി വിശിഷ്ടന്മാർ. 10 ദിവസത്തേക്ക് ഞങ്ങളെ ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ പറഞ്ഞപ്പോൾ 10 ഇരട്ടി വിശിഷ്ട ഹല്ലേലൂയ സകല ഗുണങ്ങളുള്ളവരായി കാണുവാനിടയായിത്തീർന്നു. ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന സമയമാണ്. പല കുഞ്ഞുങ്ങളും പല ഇടങ്ങളിൽ ഹല്ലേലൂയ അഡ്മിഷന്റെ കാര്യത്തിലെല്ലാം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയ ദൈവ പൈതലേ ഹല്ലേലൂയ നിങ്ങൾ ലജ്ജിക്കരുത്. കർത്താപ്പച്ചനാണോ നിങ്ങളെ അവിടെ അയക്കുന്നത്, അവിടെ കർത്താപ്പച്ചൻ കാത്തു പരിപാലിക്കും. ദൈവസന്നി നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന ഏതൊരു വ്യക്തിയിലും കർത്താവിന്റെ നാമം തന്നെ വെളിപ്പെടുവാൻ ഇടയായി തീരണമേ. കർത്താപ്പച്ചൻ എവിടെ കർത്താപ്പച്ചന്റെ മക്കളെ അയക്കുന്നോ അവിടെ അപ്പച്ചൻ ഹല്ലേലൂയ എല്ലാത്തിന്മീതെ ഹല്ലേലൂയ അനുഗ്രഹമായി തന്നെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിൽ സമർപ്പിക്കുന്ന അപ്പച്ചൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.